മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ വകുപ്പ് വിഭജനത്തിൽ ജെഡിയു, ടിഡിപി പാർട്ടികളുടെ സമവായത്തിൽ എത്തിയിട്ടില്ല. ബിജെപിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത പശ്ചാത്തലത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകളിലാണ് രണ്ടു പാർട്ടികളുടെയും കണ്ണ്. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവിക്ക് പുറമെ സ്പീക്കർ സ്ഥാനം, ആരോഗ്യം, ഗതാഗതം തുടങ്ങിയ വകുപ്പുകളിലും ടിഡിപിക്ക് നോട്ടമുണ്ട്. സ്പീക്കർ സ്ഥാനത്തിൽ ജെഡിയുവും അവകാശം ഉന്നയിച്ചു. സഹമന്ത്രി ഉൾപ്പെടെ 5 മന്ത്രിസ്ഥാനങ്ങളിൽ നിതീഷ് കുമാർ കണ്ണുവെക്കുന്നുണ്ട്. നിതീഷ് കുമാറുമായി അശ്വിനി വൈഷ്ണവും ചന്ദ്രബാബു നായിഡുമായി പീയൂഷ് ഗോയലും ചർച്ചകൾ നടത്തും. ഘടകകക്ഷികളുമായി ചർച്ച പൂർത്തിയായാൽ ഉടൻ ബിജെപി മന്ത്രിമാരുടെ കാര്യത്തിൽ ചർച്ച നടക്കും. സ്മൃതി ഇറാനി, മനേക ഗാന്ധി എന്നീ പ്രധാന വനിതാ മുഖങ്ങൾ തോറ്റതോടെ നിർമ്മല സീതാരാമൻ മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്നത് ഏതാണ്ട് ഉറപ്പായി. RSS അനുനയത്തിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, മനോഹർ ലാൽ ഖട്ടർ എന്നിവർ പ്രധാന വകുപ്പുകളിലേക്ക് പരിഗണിക്കപ്പെടും. കേരളത്തിൽ നിന്ന് തൃശൂർ MP സുരേഷ് ഗോപിയും സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ഡൽഹിയിലുണ്ട്. വിവിധ നേതാക്കളുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തുകയാണ്. കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് വലിയ താൽപര്യം സുരേഷ് ഗോപി പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിലും നേതൃത്വം നിർബന്ധിച്ചാൽ അത് തള്ളാനിടയില്ല. സഹമന്ത്രി സ്ഥാനം നൽകി ഘടകകക്ഷി നേതാക്കളെ അനുനയിപ്പിക്കാനാണ് ബിജെപിയുടെ നീക്കം. ഒഡീഷ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എംപിമാർക്ക് മന്ത്രിസഭയിൽ കൂടുതൽ പരിഗണന ലഭിക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.